നമുക്ക് ഈ കാണുന്ന അപ്പം എന്താണെന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നല്ല, ഇത് ഈസ്റ്റപ്പം പൊള്ളപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ ഓട്ടടയാണ്. അമ്മ രാവിലെ തന്നെ കൊണ്ടുവന്നത് നാലായിട്ട് മുറിച്ചിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ ഈസ്റ്റപ്പൊക്കെ തോന്നി. പണ്ട് ഈസ്റ്ററിന് ഉണ്ടാക്കില്ലേ ഒരു കള്ളപ്പം മാതിരിയുള്ളൊരു സാധനം, അതാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഓട്ടടയാണ്. പിന്നെ ഓട്ടട എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും. അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപയർ കറിയും കൂടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് പുട്ടും പിന്നെ നമ്മുടെ ഉപ്പുമാവുമാണ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അമ്മ അതേ കറുത്തിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരുമാതിരിയാണ്. അപ്പം ഞാൻ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ ഏത്തപ്പഴം ഒന്ന് രണ്ടെണ്ണം പുഴുങ്ങിയെടുത്ത് കൂടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിതേ പൂച്ചക്കുട്ടന്മാരെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ചെറുപയർ അനിയത്തിക്കുള്ളതാണെങ്കിലും അതിൻ്റെ ഓരോ എനിക്കൊരെണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ ആള് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ തന്നെ ആൾ ചെറുതായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് മുതലേ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, ആൾക്ക് ഭയങ്കര പേടിയാണ്. വേറെ ആരുടെ കാര്യമല്ല കേട്ടോ, പൂച്ചക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. പൂച്ചയുടെ കാര്യം പറഞ്ഞ് പൂച്ചേൻ്റെ വിഷയത്തിലേക്ക് മാറിപ്പോയല്ലേ. ആളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ. അതിന് ശേഷം നമുക്ക് ചായ ഉണ്ടായിരുന്നു കേട്ടോ, കട്ടൻ കാപ്പി ആയിരുന്നു. അങ്ങനെ കട്ടനൊക്കെ കുടിച്ചു. ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ടാന്ന് തോന്നുന്നത് പൂച്ചക്കുട്ടി ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി നേർത്തിട്ട് ആൾ പതിയെ പതിയെ എടുത്ത് വരുന്ന നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഞാൻ എൻ്റെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപയർ പുഴുങ്ങിയത് അനിയത്തിക്കുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു എനിക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈയിടെയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. വെയിറ്റ് നല്ല കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡയറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ഡയറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മറന്നു പോകും ഗൈസ്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഏത്തപ്പഴം കഴിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ കിൻഡിൽ കണക്കിന് ഒരു ഏത്തപ്പഴം ഉള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി തിന്നാനും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഊണൊക്കെ നമ്മൾ കഴിക്കണത് 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വൈകുന്നേരം സമയമായപ്പോൾ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പപ്പടം കൂടുതൽ വേണം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കഴിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രി തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക തീർന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാലും കുടിച്ചു. അത്രേ ഉള്ളൂ വീഡിയോ. ചാച്ചാ.